ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അപമാനിച്ച സംഭവം കേരളത്തിലെ BJP പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ രീതിയിലുള്ള അമർഷങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം ജാൻമണിക്കെതിരെ മഹിളാ മോർച്ചയും യുവമോർച്ചയും പരാതികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്തും ജാൻമണിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തെ തുടർന്ന് BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം അണികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായിട്ട് കേരളത്തിൽ അപമാനിക്കപ്പെട്ടിട്ടും BJP സംസ്ഥാന നേതൃത്വം ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്നൊരു ആരോപണമാണ് അണികൾ ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന ആളുകൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിന് തടയിടാനായിട്ട് കേരള BJP നേതൃത്വത്തിന് സാധിക്കുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ള ആവശ്യമാണ് BJPയുടെ അണികൾ ഉന്നയിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന 1-2 വീഡിയോസ് കാണാം. ഈ ഒരു വീഡിയോ കാണുന്ന ഒരു മസ്റ്റായിട്ട് ഹെഡ്സെറ്റ് വെക്കണം. കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് ഒരു വീഡിയോയിൽ ഒരു നമ്മുടെ പ്രശസ്ത യൂട്യൂബറുടെ മൊഴിമുത്തുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമസ്കാരം, ശ്രീധരായാണ്. എനിക്ക് ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചിരുന്നു. നരേന്ദ്രമോദിനെ പച്ചത്തെറി പറയണ ക്ലബ് ഹൗസിൽ ഏതോ ചർച്ചയിൽ ഉണ്ടായിരുന്നതാണ്. നരേന്ദ്രമോദിനെ പച്ചത്തെറി പറയണ ഒരു സ്ത്രീയുടെ വീഡിയോ. സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആളെ ഒന്ന് അറിയണം, അതിന്റെ അഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഇയാളെ അഡ്രസ്സും ഇയാൾ ആരാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഷെഫീന ബീവി അങ്ങനെ കണ്ടിട്ട് ഇവരുടെ പേര്. ഇവര് ഷെഫീന വ്ളോഗ്സ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി പലരെ കുറിച്ചും ഇതുപോലെ പച്ചത്തെറി പറയുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്കെതിരെ ഒരു വർഷം മുമ്പ് വരെ ഈ പറഞ്ഞ ഇപ്പൊ ക്ലബ് ഹൗസിൽ വരണേക്കണ ഈ സ്ക്രീൻ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് ഇവര് നരേന്ദ്രമോദിനെ കുറിച്ച് പറഞ്ഞ വീഡിയോസ് ആണ്. ഈ വീഡിയോ വന്നിട്ട് പലരും വ്യക്തിപരമായിട്ട് പലരും ഈ വിഷയത്തില് പോലീസിൽ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും മഞ്ചൂർ പോലീസ് അടക്കം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും പോലീസ് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. അവർ പിന്നെയും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പലരെ പറ്റിയും വീണ്ടും പച്ചത്തെറി, മഞ്ജുക്കുലയുടെ മകള് രേണു സുധി, അങ്ങനെ പലരെയും പറ്റിയിട്ട് പച്ചത്തെറി പറയാ, മോശം വാക്കുകൾ പറയാ, എന്തും പറയാന്നുള്ള ധാരണയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ വ്യക്തിപരമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും പരാതി കൊടുക്കാം. പക്ഷെ ആ പരാതി പോലീസ് എത്രമാത്രം എടുക്കുന്നുണ്ട് എന്നത് ശരിക്കും പറഞ്ഞാല് ഇവരെ വിവരങ്ങൾ തന്നൊരു വ്യക്തി, അവരുടെ പേര് ഞാൻ ഇവിടെ പറയണില്ല, ആ വ്യക്തി ഇവർക്കെതിരെ ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസ് അത് കൃത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ 300-ലധികം പരാതികൾ കഴിഞ്ഞ വർഷം തന്നെ ഇവർക്കെതിരെ വന്നിട്ട് ഏതാണ്ട് 15 എന്തോ പോലീസ് സ്വീകരിച്ചിട്ടുള്ളൂ. കൃത്യമായ നടപടികളൊന്നും അവിടെ എടുക്കണില്ല. ഈ വിഷയത്തിൽ അവരുടെ ലാപ്ടോപ്പും ഫോണും അടക്കം പോലീസ് പിടിച്ചിട്ട് പോയിട്ട് വീണ്ടും അതൊക്കെ വാങ്ങിച്ച് സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റഗ്രാം വഴി ഓരോരുത്തരെയും അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ചെയ്യേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പച്ചത്തെറി പറയണ ഇവൾക്കെതിരെ ഇവിടുത്തെ BJP നേതൃത്വം അവര് മുന്നിട്ട് വന്നിട്ട് ശക്തമായിട്ട് ഒരു പരാതി കൊടുത്ത് ഒരു നടപടി ഇതിനകത്ത് എടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ഇത് കേൾക്കണ്ട. ഞങ്ങളൊക്കെ സാധാരണക്കാരനല്ലേ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പച്ചത്തെറി പറയണത് കേട്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇതിനെതിരെ പരാതി കൊടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാവേണ്ടത് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വമാണ്. പലരോടും എനിക്ക് ഈ അഡ്രസ്സ് തന്ന വ്യക്തി പലരോടും ഇതേക്കുറിച്ച് പറഞ്ഞപ്പോഴും അത്ര സീരിയസ്നെസ് ആരും ഒന്നും കാണിച്ചിട്ടില്ല. ആ സീരിയസ്നെസ് കാണിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ വന്നിട്ട് അവർക്ക് തോന്നിയൊണ്ണം ഇങ്ങനെ തെറി പറയാ, മോശം പരാമർശങ്ങൾ നടത്തുക, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതിനൊന്ന് കുറച്ചു ഭാഗം, അതിൽ കൂടുതൽ കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ ലോകത്തില്ല, അത്ര മതി, കട്ട് ചെയ്ത്. കാരണം ഇതിലപ്പുറം ഇത് കേട്ട് കഴിഞ്ഞ് നമ്മ മനുഷ്യന്മാരല്ലേ, പിള്ളേര് കാണുന്ന വീഡിയോ അല്ലേ, അത് ഫുള്ളും കേൾക്കണമെങ്കിലുണ്ടല്ല, ഇതൊന്നും അല്ല പറയണത്. അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കാനായിട്ട് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ലെങ്കിൽ പിന്നെ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മെന്റലാണ് അല്ലെങ്കിൽ മാനസിക രോഗിയാണ്. മാനസിക രോഗിയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്ങോട്ട് നിങ്ങൾ ഇല്ലാതാക്കുന്നത്.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്. ഈ പറയണ നരേന്ദ്രമോദിജിന് ഇങ്ങനെ തെറി പറയണ ഈ സ്ത്രീയെ ജയിലിലടക്കാനോ അല്ലെങ്കിൽ അവരുടെ നാവടക്കാനോ, ജയിലിലടക്കണമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ആരെ പറ്റി എന്തും പറയാന്നുള്ള ധൈര്യമാണ്. വല്ല പ്രാന്താണെങ്കിൽ വല്ല മെന്റൽ ആശുപത്രി കൊണ്ടിടണം. ഈ നാട്ടുകാരെ ഇങ്ങനെ തെറി പറഞ്ഞ് നിൽക്കണ രീതി ആകാതെ. അതുകൊണ്ട് തന്നെ പലരും പരാതി കൊടുത്തിട്ടും പല കാര്യങ്ങൾ വെച്ച് പരാതി കൊടുത്തിട്ടും സീരിയസ് ആയിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ പാർട്ടി സംവിധാനം, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പാർട്ടി സംവിധാനം കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ ഇനിയും അവള് ഇതുപോലെ പലരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ കേൾക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് വന്നിട്ട് വീഡിയോ ഇടേണ്ടി വന്നത്. നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇതിന് ശക്തമായ നടപടി എടുക്കണം. മാനസിക രോഗിയാണ് തെളിയിക്കപ്പെടാൻ നല്ല പ്രാന്താഴ്ച കൊണ്ടിരണം. അല്ലെങ്കിൽ അവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അടക്കം ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള സംവിധാനം ഇവിടത്തെ നേതൃത്വം ചെയ്തില്ലെങ്കിൽ ഇതിന്റെ പോക്ക് വേറെ തരത്തിലായിരിക്കുള്ളൂ. ഒരു സാധാരണക്കാരനായ പ്രവർത്തകന്റെ അഭ്യർത്ഥനയാണ്. സോ ഈ ഒരു വിഷയത്തിൽ ഞാനും പരാതികൾ നൽകിയതാണ് നമ്മുടെ കേരള പോലീസിന്. എൻ്റെ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പരാതി നൽകിയതാണ്. പക്ഷേ കേരള പോലീസ് നടപടിയെടുത്തില്ല. സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന ഇത്തരം പരാമർശങ്ങളിൽ കേസെടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ കേരള പോലീസ് പറയുന്നത്. പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ഒരു യൂട്യൂബർ അപമാനിച്ചപ്പോൾ അയാളെ രാഖി രാമാനം അറസ്റ്റ് ചെയ്ത ഒരു ചരിത്രം നമ്മുടെ കേരള പോലീസിനുണ്ട്. അതായത് കൃത്യമായിട്ട് കേരളത്തിൽ ഹോൾട്ടുള്ള ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് എതിരെ എന്തൊരു തോന്നിവാസം വിളിച്ചു പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവും. പക്ഷേ BJP നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ യാതൊരു നടപടി ഉണ്ടാവില്ല. നിങ്ങൾ ഓർക്കണം, BJPയുടെ പ്രധാനമന്ത്രിയല്ല നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ചാവേർ സ്ഫോടനത്തിലൂടെ വധിക്കുമെന്നാണ് യൂട്യൂബർ പറഞ്ഞത്. പക്ഷേ ദൈവം സഹായിച്ച് ഇതുവരെ നമ്മുടെ കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പോലും നടത്തിയിട്ടില്ല. ചാവേർ സ്ഫോടനം നടത്തി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാണ്ട് ഇവർക്ക് എവിടുന്നെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഞാൻ കൊടുത്ത പരാതി പോലും ഇപ്പോഴും അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഏകദേശം 32ഓളം പരാതികൾ ഞാൻ ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർക്കെതിരെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ യാതൊരു നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അമർഷം BJPയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാലും ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ID ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കുട്ടികളെ അകറ്റി നിർത്തുക. ഇത്രത്തോളം മോശപ്പെട്ട വാക്കുകൾ അവർ കേൾക്കാൻ ഇടയാകാതിരിക്കട്ടെ. അവനെ പോലെ ഒരു പൂർവിമോൻ ലോകത്തില്ല. പന്നത്തായ ഒളി പൂർവിമോൻ. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് നടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവരാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. അവനെ പോലെ ഒരു പൂർവിമോൻ ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മൈരൻ മോദി തായൊളി. പട്ടി പൂർവിമോനെ നടക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? തന്തയ്ക്കുണ്ടായ മൈരിട്ട് അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണവിടെ, അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടായ 100 തന്തയ്ക്കുണ്ടായ 6 കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് നടക്കുന്നത്. തള്ളയെ ഊക്കിയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്നു. ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ ഊക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല 1-ാം തരം പൂർവ്വം തായവിളിയാണ് അവൻ. ആ മൈരന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ് തത്തയ്ക്ക് വിളിക്കലേ, ഞങ്ങൾ തിരിച്ചു പറയും. പൂർവിമന്റെ കാര്യം പറയാൻ വന്ന അതുപോലെ തെറിയ കൂടെ വിളിക്കണം. കിട്ടിയ 2 പൊട്ടിക്കേച്ച് അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ച് കുത്തി കൊല്ലുന്ന പട്ടി തായോളിയുടെ അടുത്ത് ഈ ഏരിയയിലങ്ങ് വന്നു പോയതെന്ന് പറയാം. അവന്റെ പാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. അന്തയ്ക്ക് പറയുന്നത് നിങ്ങൾ അമ്മയെ കുത്തി കൊടുക്കുന്ന മൈരൻ പലതന്തയ്ക്കുണ്ടായ മൈരിയൊക്കെ ഇങ്ങനെയൊക്കെ തോന്നോടെ? ഇയാൾ അമ്മയെ കെട്ടിച്ചു കൊടുക്കുക, അച്ഛാന്ന് വിളി മോദിയെ. എന്ത് തെറിയുടെ ന്യായമായ ഒരു കാര്യമല്ല. ഇത്രയും പറ്റി നിങ്ങൾ അച്ഛാന്ന് വിളിക്കൂ. നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഈ ഭൂമിയെ കൊല്ലാനാണെങ്കിൽ ബോംബ് വയ്ക്കാൻ തയ്യാറില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് ആവർത്തിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇത്രയും മോശകരമായി സംസാരിക്കുന്ന ആളുകൾക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ ഇവിടുത്തെ BJPക്കാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകും. എല്ലാവർക്കും ഒരു ആശയമുണ്ട്, ആശയവിരുദ്ധതയുമുണ്ട്, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അഹങ്കാരമാണ്. ഇവളെ പോലെയുള്ളവരൊക്കെ ഈ നാട്ടിൽ കടന്ന് എന്തു പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കൂട്ടം ആളുകൾ കൈയടിക്കും, നിയമം ഇവർക്ക് പരിരക്ഷ നൽകും.
ഇനിയും ഇത് ആവർത്തിക്കും, മാപ്പുകൾ വന്നുകൊണ്ടിരിക്കും. രാവിലെ മുതൽ ഈ വീഡിയോ എന്റെ ഇൻബോക്സിൽ നിറയുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. ഈ രാജ്യത്തെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ഭരണഘടനാ സംവിധാനങ്ങളെയും എല്ലാം അപമാനിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവരാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അപകർഷതാബോധം അങ്ങനെ ഒന്നും എന്റെ ഉള്ളിലില്ല. പറ്റുന്നതെല്ലാം ചെയ്യണം, ചെയ്തിരിക്കും. സോ ഈ ഒരു വിഷയത്തിൽ എന്നെ കൊണ്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള നിയമ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് പോയതാണ്. പക്ഷേ എനിക്ക് പരിമിതിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഈ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയോ അല്ലെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന വ്യക്തികളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കേസുകളൊക്കെ അവിടെ പൊടി പിടിച്ച് കിടപ്പുണ്ട്. ഇതിൽ ഒരു നടപടി എടുക്കേണ്ടത് BJP സംസ്ഥാന നേതൃത്വമാണ്. അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അണികളുടെ പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കാണുവാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ ഭാഗമായിട്ട് എനിക്കെതിരെ എന്ത് സംഘടനാ നടപടി വന്നാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. സോ ഗൈസ്, എന്തായാലും ജാൻമണിക്ക് കുരുക്ക് മുറുകയാണ്. ജാൻമണിക്കെതിരെ നിലവിൽ മഹിളാ മോർച്ച പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ജാൻമണിക്കെതിരെ കേരളത്തിലുടനീളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും. എന്തായാലും ആ ഒരു വാർത്തയും കൂടി നമുക്കൊന്ന് കാണാം. അശ്വതി രാഖി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിയ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണിക്ക് കുരുക്ക് മുറുകുകയാണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു മാധ്യമത്തിനോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ജാൻമണി വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും ഒക്കെ അധിക്ഷേപിച്ചത്. ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഇത് കേവലം ഒരു സമയമുണ്ടായ സംഭവം അല്ല. പലവട്ടം ഇത്തരത്തിൽ ജാൻമണി ഈ രീതിയിൽ ഇത്തരത്തിലുള്ള നേതാക്കളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാൻമണിക്കെതിരെ മഹിളാ മോർച്ച തന്നെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇന്നലെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. വേണ്ട നടപടികൾ സ്വീകരിച്ചോളാം, ഉടൻ തന്നെ ഇതിലൊരു നീക്കുപോക്ക് ഉണ്ടാകും എന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഷൗക്കത്ത് അലി ഈ മഹിളാ മോർച്ച അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസിന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനിൽ ഓരോ മഹിളാ മോർച്ച അംഗങ്ങളും നേരിട്ടെത്തി ജാൻമണിക്കെതിരെ ഈ രീതിയിൽ പരാതി നൽകും. പരാതി വെറും പരാതിയല്ല നൽകുന്നത്, തെളിവ് സഹിതമുള്ള പരാതിയാണ്. ഈ ജാൻമണി ഈ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയ ആ വീഡിയോ സഹിതം ക്ലിപ്പ് ചെയ്തുകൊണ്ടാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ അത് തന്നെയാണ്. ജാൻമണി കുട്ടി അഴിയെണ്ണാൻ പോവുകയാണ്. നീലക്കുയിലിന്റെയും പച്ചക്കുയിലിന്റെയും ഒക്കെ പ്രിയപ്പെട്ടവളാണ്. അപ്പോൾ ജാൻമണിയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ ഇവരൊക്കെ വരും കേട്ടോ ക്യാമറയായിട്ട്. അപ്പൊ എന്തായാലും ജാൻമണിയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇത് കേരളമാണ്. ഇവിടെ എന്ത് തന്തയിലായ്മ നടക്കും. അതിന് ഒത്താശ പാടുന്ന ഒരു നിയമ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ജാൻമണി കേരളത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ. പറ്റുമെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്ത ശേഷം മാത്രമേ പോകാവുള്ളൂ. ഇല്ലെങ്കിൽ അകത്ത് പോകും. 100% കൺഫേം ആണ്. ആസാമിലും ഡൽഹിയിലും ഉൾപ്പെടെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കില്ല എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാം. BJP നേതൃത്വത്തെ വിട്ടേക്ക്. BJPക്കകത്ത് തന്നെ മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട്, യുവമോർച്ച. അവന്മാരൊന്ന് ഒരുമ്പെട്ടിറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ നെകളിപ്പല്ല. അടിച്ച് അവന്മാർ മാട്ടേക്കേറ്റും. ആ കാര്യം മറക്കരുത്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. BJP നേതൃത്വം ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്കെതിരെ എന്തെങ്കിലും സംഘടനാ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയേ ഉള്ളൂ പറയാണ്ട്. സോ ബൈ.